ആ അല്ല ചേട്ടാ, ഇനി നിങ്ങൾ തന്നെയുള്ളോ? മറ്റുള്ളവരൊക്കെ എന്തി? ഓ ഇല്ലടി, അവരൊക്കെ വരുന്നതേ ഉള്ളൂ. പിള്ളേരൊന്നും വീട്ടിലില്ലേ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നേരത്തെ പോന്നതാ. ആണോ? പിള്ളേരെവിടെ പോയതാ? അല്ല, അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലായിരുന്നോ? കഴിഞ്ഞ ആഴ്ച അവളുടെ ഉമ്മായും ബാപ്പായും വിളിച്ചായിരുന്നെന്ന്. 2 വർഷമായില്ലേ ഇപ്പോ. അവരെല്ലാം വിളിച്ച് സെറ്റായി. 2 ദിവസമായിട്ട് ഇപ്പൊ അവരുടെ വീട്ടിലാ രണ്ടുപേരും. അല്ലടി പാത്തു, നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ ഉമ്മായും ഉപ്പായും ഇതുവരെ നിന്നൊന്നും വിളിച്ചില്ലേ? ഓ ഇല്ല ആശാട്ടാ, അതൊക്കെ അങ്ങനെ കിടക്കും. എന്നാ ശരി, ഞാൻ പോവാണ്. ആ എടി, നീ വന്നോ? നീ എന്റെ വെള്ള ഷർട്ട് ഒന്ന് തേച്ച് വെക്കണേ. എനിക്ക് ഇന്നൊരു പുതിയ പണി സൈറ്റിൽ പോകാനുണ്ട്. ആ നിനക്ക് എന്നാ പറ്റിയടി? നീ എന്നാ വിഷമിച്ചിരിക്കുന്നേ? ഞാൻ ആയിഷാത്തായെ കണ്ടായിരുന്നു. നജീബിന്റെ കെട്ടിയോളുടെ വീട്ടിൽ നിന്ന് അവരെല്ലാം വിളിച്ചായിരുന്നെന്ന്. അവരുടെ ഉമ്മാടെ പിണക്കം എല്ലാം മാറി അവര് സെറ്റായെന്ന്. 2 ദിവസമായിട്ട് അവരുടെ വീട്ടിലാണെന്ന്. എടി, അത്രയൊക്കെ ഉള്ളൂ. ഉമ്മാമാരല്ലേ, അവര് ക്ഷമിക്കും. എത്രയെന്നും പറഞ്ഞാ അവര് പിണങ്ങിയിരിക്കുന്നു. എന്നാലും ഞാൻ നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നിട്ട് വർഷം 5 ആയില്ലേ. എന്നിട്ട് എന്റെ ഉമ്മ എന്നെ ഇതുവരെ ഒന്നും വിളിച്ചില്ലല്ലോ. അതിന് നീ ഇന്ന് വരെ നിന്റെ ഉമ്മായെ ഒന്ന് വിളിച്ചു നോക്കിയിട്ടുണ്ടോ? നീ ഒന്ന് വിളിച്ചു നോക്ക്. വിളിക്കണോ? അത് വേണോ അണ്ണേ? നീ ധൈര്യമായിട്ട് വിളിക്ക്. നിന്റെ ഉമ്മായിക്കേ ഇപ്പൊ എന്നോട് നല്ല മതിപ്പാ. ഒന്നുമില്ലേലും വർഷം ഇത്ര ആയില്ലേ. അല്ല, നീ എന്റെ കൂടെ അല്ലേ ഇറങ്ങി വന്നത്? ബാ, നമുക്ക് ധൈര്യമായിട്ട് വിളിക്കാം. നീ ഇങ്ങോട്ട് വാ. ഹലോ ഹലോ, ആരാ? ഹലോ ഉമ്മ, ഇത് ഞാനാ. നിനക്ക് ഇപ്പോഴാണോ ഡി മോളെ ഈ ഉമ്മാനെ ഓർമ്മ വന്നത്? ഉമ്മ എന്നോട് ക്ഷമിക്കണം. സാരമില്ലടി മോളെ, കഴിഞ്ഞത് കഴിഞ്ഞു. നിനക്ക് സുഖമല്ലേടി? നീ ഒരു ദിവസം അവനെയും പിള്ളേരെയും കൂട്ടി വീട്ടിലോട്ട് വാ കേട്ടോ. ആ ശരി ഉമ്മ, ഒരു ദിവസം വരാം. ആ ശരി മോളെ. ആ ശരി. ഇപ്പൊ എങ്ങനെയുണ്ട്? നിന്നോട് ഞാൻ എന്നാ പറഞ്ഞു? ഉമ്മയാണോ? ഉമ്മയ്ക്ക് മാത്രമേ ഈ ലോകത്ത് ക്ഷമിക്കാൻ പറ്റൂ.